ഹായ് എവരിവൺ, നമ്മൾ നോക്കാൻ പോകുന്നത് എക്സലിലെ നെറ്റ് വർക്ക് ഡേയ്സ് എന്നുള്ളൊരു ഫോമുലയാണ്. ഇതിനായിട്ട് നമുക്ക് കുറച്ച് ഡേറ്റ്സ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് ഈ നെറ്റ് വർക്ക് ഡേയ്സ് എന്നുള്ള ഫോമുല യൂസ് ചെയ്യുന്നത് രണ്ട് ഡേറ്റുകൾ തമ്മിലുള്ള ഡിഫറൻസ് കൗണ്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആ ഫോമുല അപ്ലൈ നോക്കാം. നെറ്റ് വർക്ക് ഡേയ്സ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത് സ്റ്റാർട്ട് ഡേറ്റ് എന്നുള്ളതാണ്. ഇവിടെ സ്റ്റാർട്ട് ഡേറ്റ് നമുക്ക് ഇതാണ് സ്റ്റാർട്ട് ഡേറ്റ് കൊടുക്കുന്നത്, എൻഡ് ഡേറ്റ്, എൻഡ് ഡേറ്റും ലാസ്റ്റ് ഡേറ്റ് എൻഡ് ഡേറ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ഹോളിഡേയ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ നമുക്ക് ബ്ലാങ്ക് ആയിട്ട് ഇടാം. ഇവിടെ കൊടുക്കുന്നില്ല. അത് നോക്കുമ്പോഴത്തേക്കും നെറ്റ് വർക്ക് ഡേയ്സ് നമുക്ക് ടോട്ടലായിട്ടുള്ളത് 19 days ആണ്. ഇവിടെ നമുക്ക് 13 ആണ് വന്നിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇത് സാറ്റർഡേ ആൻഡ് സൺഡേ കൗണ്ട് ചെയ്യത്തില്ല. നമ്മൾ 19 - 6 ഇതിൽ 3 വേക്കൻസ് ഉണ്ട്. 13 അതാണ് 13 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് നമുക്ക് ഈ ഹോളിഡേയ്സും കൂടെ ആഡ് ചെയ്ത് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് ഹോളിഡേയ്സ് ഇട്ടിട്ടുണ്ട്. ഇത്രയും വിളിക്കണം. 1 2 3 4 ഹോളിഡേയ്സ് ഞാൻ ആഡ് ചെയ്തു. അത് ഓൾറെഡി ഹോളിഡേയ്സ് സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സ് ഉള്ളത് ഇത് കൗണ്ട് ചെയ്ത് എടുക്കത്തില്ല. 11 days വന്നിരിക്കുന്നത്. 13 1 2 3 ഓക്കെ, 1 9 ഓക്കെ, 14 2 19 ഓൾറെഡി ഹോളിഡേ ആയതുകൊണ്ട് ഇമ്പാക്റ്റ് വരില്ല. അപ്പോൾ 2 days ഇമ്പാക്റ്റ് മാത്രമേ ഇതിൽ വരത്തുള്ളൂ. അപ്പം 13 - 2 ആണ് 11 എന്നുള്ള കൗണ്ട് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ നെറ്റ് വർക്ക് ഡേയ്സിൻ്റെ വേറെ ഫോമുലയുണ്ട്, അതും കൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നെറ്റ് വർക്ക് ഡേയ്സ് INTL എന്നാണ് അതിൻ്റെ ഫോമിൻ്റെ പേര്. ഇതിലും സെയിം തന്നെയാണ് കൊടുക്കേണ്ടത്. സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്. ഇതിൽ ഓപ്ഷൻ എന്ന് വെച്ചാൽ വീക്കെൻഡ്സ് നമുക്ക് സെലക്ട് ചെയ്യാം. ഏതൊക്കെ വീക്കെൻഡ്സാണ് നമുക്കുള്ളത്. നമ്മൾ 1 എടുക്കുകയാണെങ്കിൽ സാറ്റർഡേ സൺഡേ തന്നെ അതിൻ്റെ ഓഫായിട്ട് കൗണ്ട് ചെയ്യും. ഓരോ ഡേയ്സ് ഇത് തന്നെ കൊടുക്കുക. ചേഞ്ച് ഒന്നും വരില്ല, കാരണം ഇതിൽ നെറ്റ് വർക്ക് ഡേയ്സ് എന്ന ഫോമുലയിലും സാറ്റർഡേ സൺഡേ കൗണ്ട് ചെയ്യത്തില്ല, ഇതിലും കൗണ്ട് ചെയ്യത്തില്ല. പിന്നെ എന്താണ് നമുക്ക് ഡിഫറൻസ് എന്നുള്ളത് നോക്കാം. അത് നമുക്കൊരു ഓപ്ഷൻ ഉണ്ട്. ഈ നമ്പർ നമുക്ക് വീക്കെൻഡ്സിൻ്റെ നമ്പർ നമുക്ക് ചേഞ്ച് ചെയ്യാം. അപ്പം എങ്ങനെ ചേഞ്ച് ചെയ്യാം? ഇവിടെ വന്നിട്ട് നമുക്ക് ഫ്രൈഡേ ഉള്ളി മാത്രം കൊടുക്കുകയാണെങ്കിൽ 16 ആണ്. ടാബ് കൊടുത്തു കഴിഞ്ഞാൽ അപ്പം ഫ്രൈഡേസ് മാത്രം നമുക്ക് ഇതിൽ നിന്ന് അവോയ്ഡ് ചെയ്യത്തുള്ളൂ. അപ്പോൾ 1 2 3 6 പരമായിട്ട് 3 മാത്രമേ ഇപ്പം കുറയ്ക്കത്തുള്ളൂ. അപ്പം ഇവിടത്തേക്ക് ആണ് നമുക്ക് 13 എന്നുള്ള കൗണ്ട് കിട്ടുന്നത്. അതാണ് ഇതിൻ്റെ ഒരു ഡിഫറൻസ്. ഓക്കെ, അപ്പോൾ ഈ ഫോമുല എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.